ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്ന പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പേപ്പറിൽ എന്തൊക്കെയാണ് വരുന്നത്, എത്ര യൂണിറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ബ്ലോക്സ് ആണുള്ളത്, അതുപോലെ തന്നെ ഈ പേപ്പറിൽ വരുന്ന യൂണിറ്റ്സിന്റെ ഒരു സമ്മറി എന്തൊക്കെയാണ്, ഇങ്ങനെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. First of all, let's note the subject code, which is Bsoc 106. ഇതാണ് ഈ പേപ്പറിന്റെ സബ്ജക്ട് കോഡ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ഒരു പേപ്പർ സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്ന പേപ്പറിൽ ബേസിക്കലി നമുക്ക് മൂന്ന് ബ്ലോക്സ് ആണ് വരുന്നത്, കൺസിസ്റ്റിംഗ് ഓഫ് 12 യൂണിറ്റ്സ്. അപ്പൊ ആദ്യത്തെ ബ്ലോക്ക് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിലീജിയൻ ആണ്. ഈ ബ്ലോക്കിൽ നമുക്ക് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോർമുലേറ്റിംഗ് റിലീജിയസ് എലിമെന്ററി ഫോംസ് ഓഫ് റിലീജിയൻ. ഇതാണ് ഫസ്റ്റ് യൂണിറ്റ്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് എന്താണ് റിലീജിയൻ, എന്താണ് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിലീജിയൻ എന്ന് നമ്മൾ നോക്കും. പിന്നെ എന്താണ് സീക്രട്ട്, എന്താണ് പ്രൊഫൈൻ എന്ന് നമ്മൾ പഠിക്കും. അതുപോലെ കുറച്ച് ഇന്റലക്ച്വൽ തിയറീസ് ഉണ്ട് റിലീജിയനെ പറ്റിയിട്ട്. ഫോർ എക്സാമ്പിൾ നേച്ചർ മിത്ത് സ്കൂൾ തിയറി, എന്താണ് ഗോസ്റ്റ് തിയറി, അനിമിസം എന്താണ്, ഇങ്ങനത്തെ കുറച്ച് തിയറീസിനെ പറ്റി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അതുപോലെ തന്നെ റിലീജിയനും സയൻസും തമ്മിലുള്ള റിലേഷൻ, റിലീജിയനും മിത്തും റിലീജിയനും മാജിക്കും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് യൂണിറ്റിന്റെ പേര് അസറ്റിസിസം ആൻഡ് അക്യുമുലേഷൻ, റിലീജിയൻ, ഇക്കോണമി ആൻഡ് പവർ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ബേസിക്കലി നമ്മൾ റിലീജിയൻ എന്താണ്, ഇക്കോണമി എന്താണ്, പവർ എന്താണ് എന്ന് അതിന്റെ മീനിങ് നമ്മൾ പഠിക്കും, അതിന്റെ ഇന്റർ റിലേഷൻ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ എന്താണ് പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പഠിക്കും. അതുപോലെ തന്നെ കാൽവിനിസം എന്താണ്, അതിന്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. നെക്സ്റ്റ് ഇസ് യൂണിറ്റ് 3. യൂണിറ്റ് 3 എന്ന് പറയുന്നത് റാഷണാലിറ്റി, റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ഓർ സ്റ്റേറ്റ്. ഇതാണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. യൂണിറ്റ് 3ൽ ബേസിക്കലി നമ്മൾ റാഷണാലിറ്റി, റിലീജിയൻ, പൊളിറ്റിക്സ് ഈ 3 ടേംസും എന്തൊക്കെയാണ്, അതിന്റെ ഇന്റർ റിലേഷൻ എന്തൊക്കെയാണ് എന്ന് പഠിക്കും. അതുപോലെ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ ഒന്നുകൂടെ അനലൈസ് ചെയ്യും. കുറച്ച് സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ മറ്റ് പേപ്പേഴ്സിലും ഇതേ സോഷ്യോളജിയിൽ തന്നെ മറ്റ് പേപ്പേഴ്സിലും നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു പേപ്പറിൽ നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റി അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്യുലറിസം എന്താണ്, സെക്യുലറൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് 4 തിയോഡസി, എസ്കറ്റോളജി, മാജിക്, സയൻസ് ആൻഡ് റിലീജിയൻ എന്നാണ് ഈ യൂണിറ്റ് 4ന്റെ പേര്. യൂണിറ്റ് 4ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക്കും സയൻസും റിലീജിയനും തമ്മിലുള്ളൊരു ഡിബേറ്റ് ആണ്. ഓക്കെ, എന്താണ് മാജിക്, എന്താണ് സയൻസ്, എന്താണ് റിലീജിയൻ, അതിൻ്റെയൊക്കെ ഒരു ഒബ്ജക്റ്റീവ്സിനെ പറ്റിയുള്ള ഒരു ഡിബേറ്റ് ആണ്. അതുപോലെ എന്താണ് പ്രൊഫൈനിന്റെ ഡൊമെയിൻ, ദ ഡൊമെയിൻ ഓഫ് പ്രൊഫൈൻ എന്താണ്, ദ ഡൊമെയിൻ ഓഫ് സീക്രട്ട് റിലീജിയൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ബേസിക്കലി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ മാജിക്കും സയൻസും, മാജിക്കും റിലീജിയനുമായിട്ടുള്ള ഡിഫറൻസസും അത് തമ്മിലുള്ള സിമിലാരിറ്റീസും, മാജിക്കും സയൻസും റിലീജിയന്റെയും ഫങ്ഷൻസ് അതെങ്ങനെ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ 4ൽ പഠിക്കാൻ പോകുന്നത്. സോ ചാപ്റ്റർ 4 പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബ്ലോക്ക് 1 തീരുകയാണ്. അപ്പൊ ബ്ലോക്ക് 1ന് ശേഷം നമ്മൾ ബ്ലോക്ക് 2ലോട്ട് പോകും, വിച്ച് ഇസ് എലിമെന്റ്സ് ഓഫ് റിലീജിയൻ. അപ്പൊ അതിനകത്ത് വരുന്നത് യൂണിറ്റ് 5, 6, 7, 8 ആൻഡ് 9. ഓക്കെ, ഇത്രയും യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 2ൽ വരുന്നത്. എലിമെന്റ്സ് ഓഫ് റിലീജിയൻ ആണ് ബ്ലോക്ക് 2. യൂണിറ്റ് 5 എന്ന് പറയുന്നത് സീക്രട്ട്, മിത്ത് ആൻഡ് റിച്വൽ, സോഷ്യൽ സ്ട്രേറ്റിഫിക്കേഷൻ ഓഫ് റിലീജിയൻ. ഇതാണ് യൂണിറ്റ് 5ന്റെ പേര്. അപ്പൊ ഇതിനകത്ത് ബേസിക്കലി നമ്മൾ എന്താണ് സീക്രട്ട്, മിത്ത്, റിച്വൽ ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കും. അതുപോലെ തന്നെ അതിനുശേഷം സിഗ്നിഫിക്കൻസ്, സോഷ്യൽ സിഗ്നിഫിക്കൻസ്, റിച്വൽസിന്റെയും എന്താണ് മിത്തിന്റെ ഒക്കെ സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്താണ് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ റിലീജിയൻ, സൊസൈറ്റിയിൽ റിലീജിയന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ദാറ്റ് ഇസ് യൂണിറ്റ് 5. യൂണിറ്റ് 6 എന്ന് പറയുന്നത് ബോഡി, ലൈഫ് സൈക്കിൾ, റിച്വൽസ്. ഇതാണ് യൂണിറ്റ് 6 എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് 6നകത്ത് ആക്ച്വലി നമ്മൾ മേജർ ആസ്പെക്ട്സ് ഓഫ് റിലീജിയനെ പറ്റിയാണ് പഠിക്കുന്നത്. അതുപോലെ റിച്വൽസിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. അതുപോലെ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് എങ്ങനെ റിച്വൽസിനെ കാണുന്നത്, ഹിന്ദു കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, സിഖ്സ്, ഇസ്ലാം, ഇവരൊക്കെ എങ്ങനെയാണ് റിച്വൽസ്, ആ കമ്മ്യൂണിറ്റീസ് എങ്ങനെയാണ് റിച്വൽസിനെ ഫോർമുലേറ്റ് ചെയ്യുന്നത്, അവരുടെ ഫങ്ഷൻസ്, അവരുടെ ലൈഫ് സൈക്കിൾ ഓഫ് റിച്വൽസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്തത് യൂണിറ്റ് 7, which is prayer, pilgrimage and festivals. ഇതാണ് യൂണിറ്റ് 7ൽ വരുന്നത്. യൂണിറ്റ് 7ൽ എന്ന് പറയുന്നത് എന്താണ് പിൽഗ്രിമേജ്,
അതുപോലെ റിലീജിയസ് ഫെസ്റ്റിവൽസ് എന്താണ്, അതുപോലെ റിലീജിയസ് ഫെസ്റ്റിവൽസ് സോഷ്യൽ സിഗ്നിഫിക്കൻസിന് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, സോഷ്യോളജിക്കലി നോക്കുന്ന സൊസൈറ്റി പരം നോക്കുകയാണെങ്കിൽ ഫെസ്റ്റിവൽസും റിലീജിയൻസിനും എങ്ങനെ സൊസൈറ്റിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ യൂണിറ്റ് 8 ആണ്. യൂണിറ്റ് 8 എന്ന് പറയുന്നത് റിലീജിയൻ, സെക്ട് ആൻഡ് കൾട്സ്. ഇതാണ് യൂണിറ്റ് 8 വരുന്നത്. അപ്പം യൂണിറ്റ് 8 എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് റിലീജിയൻ, സെക്ട്, കൾട്ട്, ഡിനോമിനേഷൻ, ഇതൊക്കെ ഇതിന്റെ ഈ ഒരു കോൺസെപ്റ്റിന്റെ മീനിങ് എന്താണ്, അതുപോലെ ഒരു ഇന്ത്യയിലുള്ള റിലീജിയസ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്, ഓക്കെ, അതുപോലെ റിലീജിയസ് ഗ്രൂപ്പ്സിന്റെ ഫേവർ ചെയ്യുന്ന സോഷ്യൽ ഫാക്ടേഴ്സ് എന്താണ്, അതിന്റെ ഡെവലപ്മെന്റ് പ്രോസസ്സ് എന്താണ്, അതിന്റെ റിലീജിയസ് ഗ്രൂപ്പ്സിന്റെ ഒരു യൂണിവേഴ്സൽ ഫീച്ചർ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ 8 പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഇസ് ചാപ്റ്റർ 9 വിച്ച് ഇസ് ക്രാഫ്റ്റ് റിലീജിയസ് സ്പെഷ്യലിസ്റ്റ്. അതായത് റിലീജിയൻസിൽ ഒരുപാട് സ്പെഷ്യലിസ്റ്റ് കാണും, ഓരോ റിലീജിയനും ഒരു സ്പെഷ്യലിസ്റ്റ് കാണും, പ്രീസ്റ്റ്, പ്രോഫറ്റ്, ഓക്കെ. അപ്പൊ ഇങ്ങനെ ഉള്ള റിലീജിയസ് സ്പെഷ്യലിസ്റ്റിനെ പറ്റി പഠിക്കും. അതുപോലെ അവരുടെ അതായത് പണ്ട് കാലത്ത് ഇവർക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ അതെങ്ങനെ മാറി, അവരുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ, അവരുടെ ലൈഫ്, അവരുടെ ഓർഗനൈസേഷൻസ്, അവരുടെ ഫങ്ഷൻസ് ദേ ഡു ഇൻ സൊസൈറ്റി, അതുപോലെ വെബറിന്റെ പെർസ്പെക്റ്റീവ് ഓൺ റിലീജിയൻ, ഓക്കെ. ഇതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 9 നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ ബ്ലോക്ക് 2 കംപ്ലീറ്റ് ചെയ്യും. യൂണിറ്റ് 9 പഠിക്കുന്നതോടുകൂടി നമ്മൾ ബ്ലോക്ക് 2 കംപ്ലീറ്റ് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ബ്ലോക്ക് 3 മൂവ് ചെയ്യുന്നത്. ബ്ലോക്ക് 3 ഇസ് റിലീജിയസ് മൂവ്മെന്റ്സ്. അതിനകത്ത് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്, യൂണിറ്റ് 10, 11 ആൻഡ് 12. ഇപ്പൊ യൂണിറ്റ് 10 വരുന്നത് റിലീജിയൻ ആൻഡ് സോളിറ്റ്യൂഡ്, ഭക്തി ആൻഡ് സൂഫിസം. അപ്പൊ ഇതിനകത്ത് ബേസിക്കലി ഭക്തി മൂവ്മെന്റ്സ് ആണ് പറയുന്നത്, നോർത്തിലെയും സൗത്തിലെയും ഭക്തി മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ സൂഫിസം എന്താണ്, അതുപോലെ ദി സ്പ്രെഡ് ഓഫ് സൂഫിസം ഇൻ ഇന്ത്യ, എങ്ങനെ സൂഫിസം ഇന്ത്യയിലോട്ട് വന്നു, അതുപോലെ തന്നെ ഭക്തി മൂവ്മെന്റ്സിന്റെയും സൂഫിസത്തിന്റെയും ഒരു കമ്പാരിസൺ ഒക്കെയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് യൂണിറ്റ് 11 വിച്ച് ഇസ് റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ടും ആര്യ സമാജിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ എന്തിനാണ് റീഫോംസ് കൊണ്ടുവരുന്നതെന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഫൗണ്ടേഷൻ ഓഫ് ആര്യ സമാജ്, അതുപോലെ ആര്യ സമാജിന്റെ ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ, അതിന്റെ ചാലഞ്ചസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അടുത്തതായിട്ട് യൂണിറ്റ് 12 വിച്ച് ഇസ് ദ ലാസ്റ്റ് ചാപ്റ്റർ ഇൻ ദിസ് പേപ്പർ. അപ്പം ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂ ഏജ് മൂവ്മെന്റ്സ് ആണ്. ഇതിനകത്ത് നമ്മൾ ബേസിക്കലി രാമകൃഷ്ണ മിഷനെ പറ്റിയാണ് പഠിക്കുന്നത്, അതിന്റെ ഫൗണ്ടേഷൻ, ഐഡിയോളജി, അതിന്റെ ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ, അതിന്റെ മറ്റ് ആക്ടിവിറ്റീസ്, എങ്ങനെയാണ് അതൊരു മോഡേൺ റീഫോം മൂവ്മെന്റ് ആയിട്ട് പേവ് ചെയ്തത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. സോ വിത്ത് ദാറ്റ് നമ്മുടെ ഒരു പേപ്പർ വിൽ കം ടു എൻ എൻഡ്. സോ ഇത്രയുമാണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ സോഷ്യോളജി ഓഫ് റിലിജിയൻ ഇങ്ങനെ ഈ ഒരു 3 ബ്ലോക്കിൽ 12 യൂണിറ്റ് ആയിട്ടാണ് ഇതിന്റെ കോണ്ടന്റ്സ് ഉള്ളത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് വിൽ എൻജോയ് ദി സ്റ്റഡി. താങ്ക് യു ഫോർ ലിസണിങ്. ബൈ ബൈ.